بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. ഈ പരിപാടിയുടെ അധ്യക്ഷർ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷന്മാരിലൊരാൾ കൂടിയായ ആദരണീയരായ മൗലാന കിടങ്ങഴി ഉസ്താദ് അവറുകളെ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ ആത്മീയ അവലംബമായ തങ്ങളവറുകളെ, ബഹുമാന്യ പണ്ഡിതന്മാർ, കിടങ്ങഴി അലി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഈ അലി മുസ്ലിയാർ, ആമയൂർ ബീരാൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയുള്ള പണ്ഡിതന്മാരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള വിലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള സുന്നി ജമാഅത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തുന്ന കഴിഞ്ഞ 3-4 വർഷങ്ങളായി പതിവ് പോലെ നടത്തി വരുന്ന മീലാദു ക്യാമ്പയിനിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇസ്ലാം ശാന്തിയുടെ മതം എന്ന പ്രമേയത്തിൽ ചില മുജാഹിദ് സമ്മേളനം എന്ന പേരിൽ വളരെ വലിയ സന്നാഹങ്ങളോടെ, പ്രചാരണങ്ങളോടെ, പല പല നിറങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള ബാഡ് പോസ്റ്ററുകളും മറ്റും അടിച്ചുകൊണ്ട് ഒരുക്കപ്പെട്ടിരുന്ന ഒരു പരിപാടി ഇവിടെ നടത്താൻ ഉദ്ദേശിച്ച പരിപാടിയുടെ മുൻപിൽ ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെടുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തതുകൊണ്ട് മേഖല സുന്നി സമ്മേളനമെന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ മേഖല സുന്നി സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം മുജാഹിദ് ഭാഗത്ത് എന്തെല്ലാമോ ചില പ്രയാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പുതുതായി തന്നെ ഉടലെടുക്കുകയും പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനങ്ങൾ 2 ദിവസമായിരുന്നത് 1 ദിവസമായി വെട്ടിച്ചുരുക്കുകയും തുടക്കം മുതലേ 2 പ്രധാനപ്പെട്ട പേരുകൾ സകല വാൾ പോസ്റ്ററുകളിലും വെച്ചിരുന്ന പേരുകളിൽ ഒരാൾ മാത്രം പ്രസംഗിച്ച് മറ്റൊരാൾ സ്റ്റേജിൽ ആദ്യന്തം മൂകസാക്ഷിയായി നിന്നുകൊടുക്കുകയും ശേഷം ആ ആളുടെ പരിപാടി ഇനിയും നടത്തും, ഇനി അതിന് അവസരമുണ്ടാകും എന്ന് ഇപ്പോൾ തന്നെ അറിയിക്കുന്നു എന്ന് അതേ സ്റ്റേജിൽ വെച്ച് തന്നെ അറിയിക്കുകയും ചെയ്യുന്നതൊക്കെ കേൾവിക്കാർക്ക് മനസ്സിലാകാം നടക്കുന്ന സംഭവങ്ങളുടെ പുകപടലങ്ങളാണ് ആ പൊങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അൽഹംദുലില്ലാഹ്, മേഖലാ സുന്നി സമ്മേളനത്തിൻ്റെ 1ാമത്തെ ലക്ഷ്യം വിജയിച്ചു കഴിഞ്ഞു. ഇനിയും മുജാഹിദ് സമ്മേളനം എന്ന പേരിലോ മറ്റേതെങ്കിലും പേരിലോ പുത്തൻ ചിന്തകളും ശിർക്കാരോപണങ്ങളും മുറക്ക് നടത്തിക്കൊണ്ടിരുന്നാൽ
തമ്മിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സ്വന്തം അണികളെയും സുഹൃത്തുക്കളെയും കൂടെ നടന്നവരെയും തന്നെ മുശ്രിക്കുകളും ശിർക്കിൻ്റെ ആളുകളുമായി ചിത്രീകരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആ പരിഹാസ്യമായ പ്രവർത്തനങ്ങളുമൊക്കെ തുറന്നു കാണിക്കാൻ ഇനിയും അവസരമൊരുങ്ങും. ആവശ്യമുള്ളപ്പോൾ മതിയല്ലോ ഇതൊക്കെ. നബിയും രക്ഷകർ എന്ന പ്രമേയത്തിലാണ് സുന്നി ജമാഅത്ത് നടത്തുന്ന ക്യാമ്പയിൻ. റബീഉൽ അവ്വലിൻ്റെ ഈ ക്യാമ്പയിനുകൾ, ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക തുടങ്ങിയുള്ള പ്രമേയങ്ങളിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ സുന്നി ജമാഅത്ത് നടത്തിയിരുന്നത്. ഇവിടെ അറിയിക്കപ്പെട്ടതുപോലെ, നിങ്ങളെല്ലാം മുമ്പേ അറിയുന്നതുപോലെ, നബിയും രക്ഷകർ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ. നബിയും രക്ഷകർ എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമില്ലത്തെ. കാരണം മനുഷ്യനെ രക്ഷിക്കാനായി, മാനവരാശിയെ രക്ഷിക്കാനായി വന്നവർ തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എങ്ങനെയെന്നാൽ നേരിൻ്റെ മാർഗങ്ങൾ കാണിച്ചു തന്നുകൊണ്ട്, സത്യമായ ആശയങ്ങൾ പഠിപ്പിച്ചു തന്നുകൊണ്ട്, ശരിയായ ആചാരങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് നല്ല നിലക്ക് വഴി നടത്തുകയും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴി കാണിച്ചു തരുകയും ചെയ്തുകൊണ്ട് നബി ജനങ്ങളെ രക്ഷിക്കുന്നു. അല്ലാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുന്നതിനോ വിളിച്ചു തേടുന്നതിനോ വിളിച്ചു പറയുന്നതിനോ അല്ല നബി രക്ഷകരായി വന്നെത്തിയത് എന്നാണ് വഹാബികൾ ഇവിടെ ഈ പ്രമേയം തുടങ്ങിയതിന് ശേഷം, ഈ ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം ഇതിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടതും. നബിയും രക്ഷകർ എന്നത് വഴി കാണിച്ചു തന്നുകൊണ്ട് രക്ഷപ്പെടുത്തി നേർമാർഗത്തിലേക്ക് എത്തിക്കുക എന്ന നിലയിൽ മാത്രമല്ല, ഏതെല്ലാം അർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷകരാകുന്നു, സമൂഹം എങ്ങനെയൊക്കെ ആദരവായ നബിയിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കണം, ആശിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും നമ്മൾ രക്ഷ വസൂലാക്കേണ്ടതും കൈവശപ്പെടുത്തേണ്ടതും ഏത് രീതിയിലൊക്കെയാണ് എന്ന് ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ് ഇത്തവണ ഈ വിഷയം വെച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനിൻ്റെ ഉദ്ദേശ്യം. നബിയും രക്ഷകർ എന്നത് അള്ളാഹു രക്ഷകനാണ് എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ, നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ, പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ, ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ, മറ്റനേകം പ്രയാസങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താൻ, രോഗങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിതരാണെന്നും നബി തങ്ങളുടെ നിയോഗം കൊണ്ട് ഇതുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഈ ലോകത്തു മാത്രമല്ല പരലോകത്തെ ഏതു സന്ദിഗ്ധ വേളകളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്ഷയില്ലാതെ, ആദരവായ നബിയുടെ സഹായമില്ലാതെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒത്താശയില്ലാതെ, അള്ളാഹുവിൻ്റെ റസൂൽ കൈപിടിക്കാതെ ഒരാൾക്കും ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നുമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത്, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രമാണങ്ങളൊക്കെ തന്നെയും നമുക്ക് വിവരിച്ചു തരുന്നത് ഈ ആശയമാണ്. ഈ ആശയത്തിൽ തന്നെയാണ് എല്ലാറ്റിലും ശിർക്ക് കാണുന്ന ആളുകൾ ശിർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ശാന്തിയുടെ മതമാണ്. ഈ ശാന്തി പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ശാന്തി മുഴുവൻ പോകാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെയും നബിയെയും ഔലിയാക്കളെയും സന്ദിഗ്ധ വേളകളിലും പ്രയാസങ്ങളിലുമൊക്കെ മൂമിനീങ്ങളും വിശ്വാസികളും വിളിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ അശാന്തിയും കുഴപ്പവും മുഴുക്കെ, സമൂഹത്തിലുള്ള അശാന്തി മുഴുക്കെ
സമുദായത്തിലെങ്കിലുമുള്ള അശാന്തി മുഴുക്കെ ഇതിലാണ്. നബിയെയും സ്വഹാബാക്കളെയും ഔലിയാക്കളെയും മഹാത്മാക്കളെയും നമ്മൾ വിളിക്കുന്നു, സഹായത്തിന് അപേക്ഷിക്കുന്നു, പ്രതിസന്ധി വേളകളിൽ അവരെ വിളിച്ചു പോകുന്നു. ഇതാണ് ഒരു വലിയ പ്രശ്നം. ശിർക്കാണല്ലോ വലിയ ഫിത്ന. ഇതാണ് ശിർക്ക്. ശിർക്കിന്റെ അടിസ്ഥാന ഭാഗം ഇതാണ്. ഇത് പറയാൻ പല പല പ്രമേയങ്ങൾ പല പേരുകളിൽ വെച്ചിട്ട് ആ പേരുകളിലൊക്കെയും ഉദ്ദേശിക്കുന്നത് ഈ തോന്യാസം, അടിസ്ഥാനരഹിതമായ തോന്യാസം, ചരിത്രത്തിൽ നഗ്നമായ കൂട്ടിച്ചേർക്കലുകളും കള്ളത്തരങ്ങളും നടത്തിക്കൊണ്ടുള്ള ഈ തോന്യാസം, ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 3/4 നൂറ്റാണ്ടുകാലത്തിലധികമായി ഈ വിഭാഗം. ഇന്നും ഇവിടെ തന്നെയാണ് ഇവരുടെ ചർച്ച. അല്ലാഹുവല്ലാത്തവരെയോ നബിയെയോ രക്ഷകരാക്കി പിടിക്കാൻ പാടില്ല. രക്ഷകർ എന്ന് പറഞ്ഞാൽ തന്നെ പിഴച്ചു പോകും. അള്ളാഹുവിലേക്ക് നബിയിലൂടെ എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രമേയം. നബിയിലൂടെ അള്ളാഹുവിലേക്ക് എന്ന പ്രമേയം കടുത്ത അപകടമാണ്, ഏറ്റവും വലിയ അപകടം. ഇതൊരു ചെറിയ പ്രമേയമാക്കിയോ നോട്ടീസ് മുദ്രാവാക്യമാക്കിയോ നമ്മൾ ചെറുതായി കാണരുത്. ഈ പ്രമേയം ഇസ്ലാമിന്റെ മർമ്മത്ത് കൊള്ളുന്നതും ഇസ്ലാമിന്റെ അടിത്തറ മാന്തുന്നതുമായ പ്രമേയമാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് അന്ന് മുജാഹിദ് വിഭാഗങ്ങൾ അവരവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പത്രങ്ങളിലും മുഖപ്രസംഗങ്ങളും മുഖലേഖനങ്ങളും എഴുതിയത്. വസ്തുത ഇവിടെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കൂ, എന്താണ് ഇപ്പോൾ ഇസ്ലാം ശാന്തിയുടെ മതം എന്ന പ്രമേയം വെച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്താൻ മുസ്ലിം സംഘടനകൾ തയ്യാറാകാൻ കാരണം? ആ പ്രമേയത്തിന് എന്താണ് സമൂഹത്തിൽ ഇത്ര വലിയ സ്വീകരണം ലഭിക്കാൻ കാരണം? പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വീകരണം ഉണ്ടല്ലോ, ആ സമയത്ത് പറയേണ്ടതാണെന്ന് പറയണ്ട, അങ്ങനെ നോക്കിയാണല്ലോ പ്രമേയം വെക്കുക. കാരണമൊന്നുമില്ല, എല്ലാവർക്കും വ്യക്തമാണ്. പുതിയ കാരണമല്ല. തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നിങ്ങനെ മുസ്ലിമീങ്ങൾ ആരോപിക്കപ്പെടുകയും എല്ലാ തോന്നിയാസങ്ങളുടെയും തീവ്രവാദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാരണക്കാർ മുസ്ലിമീങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും മുസ്ലിം ചെറുപ്പക്കാർ അതിൻ്റെ പേരിൽ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വലിയ തൊള്ള വെച്ച് സംസാരിക്കുന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിട്ട്, അവരെ പിടിച്ച് തുറുങ്കിലിട്ട് ജാമ്യം പോലും നിഷേധിക്കുന്ന രീതിയിൽ ഭരണകൂടങ്ങൾ, സ്റ്റേറ്റുകൾ ഒന്നിച്ച് രംഗത്ത് വന്നുകൊണ്ട് അവരെക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും മറ്റും കാരണമില്ലാതെ ചെറുപ്പക്കാരായ മുസ്ലിമീങ്ങളെ തെരഞ്ഞു പെറുക്കിക്കൊണ്ട് തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന നിലക്ക് പലവിധത്തിലുള്ള പീഡനങ്ങൾക്കും പലവിധ ജയിൽ ശിക്ഷയടക്കമുള്ള ശിക്ഷകൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടികളും ഇവിടെ നടമാടുന്നതിന് പിന്നിൽ മുസ്ലിം സമൂഹത്തിൽ തീവ്രവാദം, ഭീകരവാദം ആരോപിക്കുക എന്ന് പറയുന്നത് ഉണ്ട്. ആ ഒരു വിഷയം വെച്ച് ഇസ്ലാം ഇതിനൊന്നും യഥാർത്ഥത്തിൽ വഴിവെക്കുന്നില്ല. ശാന്തി, സമാധാനം, ഇതാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്ന് പറയലാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന ഒന്ന്. യഥാർത്ഥത്തിൽ നാം ഇവിടെ ആലോചിച്ചാൽ മുജാഹിദുകൾക്ക്, വഹാബികൾക്ക് ഇസ്ലാം ശാന്തിയുടെ മതം എന്ന നിലക്ക് ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ആരോപണത്തിനെതിരെ ഒരു ക്യാമ്പയിനും ഒരു പരിപാടിയും നടത്താനുള്ള അവകാശമില്ല. കാരണം മുസ്ലിമീങ്ങളിലുള്ള തീവ്രവാദ, ഭീകരവാദ ആരോപണങ്ങൾ അത്രയും മുസ്ലിമീങ്ങളുടെ വേദങ്ങളും മുസ്ലിമീങ്ങളുടെ ഗന്ധങ്ങളും നോക്കിയിട്ടാണ് മറുവിഭാഗവും ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഇപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. RSSകാരനും ഇസ്ലാം വിരുദ്ധ ശക്തികളും വർഗീയവാദികളും ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ഖുർആനിൻ്റെ വാക്യങ്ങളാണ്. ആ ഖുർആൻ വാക്യങ്ങളുടെ പരിഭാഷകളുമാണ്. എന്താണ് ഇതിന് കാരണം? വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ സന്ദർഭങ്ങൾ നോക്കാതെ, ആ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നോക്കാതെ, നേർക്കുനേരെ തന്നെ അതിൻ്റെ മൊഴിമാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ആയത്തിനു സമം പരിഭാഷ എന്ന രീതിയിൽ 6000-ൽ പരം ആയത്തുകൾക്ക് 6000-ൽ പരം വാക്യങ്ങൾ കൊണ്ട് ഖുർആനിനെ മൊഴിമാറ്റം നടത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആളുകളെ കൊല്ലാനും, ശത്രുക്കളെ കൊല്ലാനും, എതിരാളികളെ കൊല്ലാനും, എതിരാളികളെ വധിക്കാനുമുള്ള മതമാകുന്നു, പ്രേരണയാകുന്നു നൽകുന്നത്.
അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന ഖുർആനിൽ ഈ ആഹ്വാനങ്ങളാണ് ഒരുപാട് ആയത്തുകളിൽ കുടിക്കൊള്ളുന്നത് എന്ന് എതിരാളികളെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും പറയിക്കുവാൻ യഥാർത്ഥത്തിൽ വഴിവെച്ച് ഈ പരിഭാഷകളാണ്. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, ഇസ്ലാമിന്റെ ശത്രുക്കളായ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിച്ചേടത്ത് വെച്ച് കൊന്നോളൂ. ഇത് ആയത്തിന്റെ അർത്ഥമാണ്. പരിഭാഷ അങ്ങനെയാണ്. പരിഭാഷ നോക്കിയിട്ട് പരിഭാഷ വെച്ചു കൊടുത്തിട്ട് പരിഭാഷ വായിക്കുന്ന ആളുകൾ അതെടുത്ത് പറയുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല, ഇങ്ങനെയൊന്നും ഖുർആനിലില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഈ ആയത്തിന് അവതരണ പശ്ചാത്തലമുണ്ട്, ഈ ആയത്തിന് വിശദീകരണമുണ്ട്, ഈ ആയത്തിന് സന്ദർഭത്തിനൊത്ത ആശയമുണ്ട്. ഈ ആശയങ്ങളെക്കുറിച്ചൊന്നും പരിഭാഷപ്പെടുത്തുന്ന നേരത്ത് യാതൊരു ചിന്തയുമില്ല. പരിഭാഷ പുറത്തിറക്കുമ്പോൾ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്ന് നുണയായി അർത്ഥം നൽകാൻ പറ്റുന്ന കുറേ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വെച്ചിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പരമ്പരാഗതമായ രീതിയിൽ ജീവിച്ചു വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെയും മഹത്തുക്കളെയും വിളിക്കുകയും പെട്ടെന്ന് പ്രതിസന്ധി വേളകളിൽ അള്ളാഹുവിന്റെ റസൂലിൽ വിലാപം കൊള്ളുകയും ചെയ്യുന്ന തരത്തിലുള്ള അതൊക്കെ ശിർക്കാണ് എന്ന് പറയാൻ സാധിക്കും. ഇതേ പരിഭാഷപ്പെടുത്തുന്ന നേരത്ത് കാണുന്നുള്ളൂ. അതേസമയം വിശുദ്ധ ഖുർആനിലെ നിരവധി സൂറത്തുകളിൽ അങ്ങിങ്ങായി വ്യാപിച്ചു കിടക്കുന്ന അതത് അവസരങ്ങളിൽ പല പല അവസരങ്ങളിലായി അവതരിച്ച ആയത്തുകളൊക്കെ അതിന്റെ സന്ദർഭം നോക്കാതെ അതിനെ നേരിട്ട് പരിഭാഷ എഴുതിയാൽ വളരെ അപകടകരമായ പ്രതിസന്ധി തന്നെ മുസ്ലിം സമൂഹം നേരിടേണ്ടി വരും എന്നത് ഇപ്പോൾ തിരിഞ്ഞു തുടങ്ങുകയാണ് പുതിയ ആളുകൾക്ക്. ഭീകരവാദവും തീവ്രവാദവും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളിൽ ആരെങ്കിലും ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള തരത്തിലുള്ള പ്രവർത്തനമോ അങ്ങനെ വാസന തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംസാരമോ പോലും നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഈ ഖുർആനിന്റെ പരിഭാഷ വായിച്ചു നടക്കുന്നവരിലാണ് കാണുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങളും നേതാക്കളും ഇവിടെ എത്ര കാലമായി ഖുർആൻ പഠിപ്പിക്കുന്നു, എത്ര കാലമായി അവർ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിളരുകയും വിഭജിക്കപ്പെടുകയും ചെയ്യുന്നതിന് മുൻപ് അവിഭക്ത സമസ്ത ഇവിടെ ഭരണഘടനയിൽ തന്നെ രാജ്യത്തെ നിയമത്തിന് വിധേയമായി രാജ്യത്തിന്റെ സർക്കാരിനോട് എതിർക്കാതെ സർക്കാരിന്റെ നിയമങ്ങൾക്ക് അനുസരമായിക്കൊണ്ടാണ് ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ടുള്ള കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയായാലും സമസ്ത എന്നു തന്നെ അവകാശപ്പെട്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി ജംഇയ്യത്ത് ആയാലും മറ്റേതു തരത്തിലുള്ള സുന്നി സംഘടനകളായാലും രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് സുന്നികളുടെ സംഘടനാ പ്രവർത്തനത്തിൽ അവർ പ്രത്യേകം ലക്ഷ്യമാക്കുകയും ഉദ്ദേശ്യമായി വിവരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ, രാജ്യത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്രസംഗങ്ങൾ നടത്താൻ ഒരിക്കലും സുന്നികൾ, സുന്നി പണ്ഡിതന്മാർ, സുന്നി ഉലമാക്കൾ, അവരുടെ സംഘടനകൾ ഇവിടെ പ്രചോദനം നൽകിയിട്ടുള്ള ഒരു കാലത്തും ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോലും ബ്രിട്ടീഷുകാർ പുറത്തു പോകണമെന്നാണ് ഇവിടുത്തെ എല്ലാ മുസ്ലിമീങ്ങളും നേതാക്കളും അഭിപ്രായപ്പെട്ടത് എന്ന് പറയുമ്പോഴും ഇപ്പൊ കുറെയൊക്കെ സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് തുറന്നെഴുതിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പൊന്നാനിയിലെ ഉലമാക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഇബ്നു ഹജറും റംലിയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വലിയ മഹത്തുക്കളായ ഇമാമുകൾ വരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന സമരങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ പിന്തിരിപ്പിക്കുകയും അത് രാജ്യനിയമത്തിനെതിരാകുന്നു എന്ന് ഫത്വ നൽകുകയും ചെയ്തിരുന്നുവെന്ന് ഇപ്പൊ ചരിത്രം വിവരിക്കുന്ന എല്ലാ ആളുകളും തുറന്നെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിനർത്ഥം? അത്ര ശക്തമായി രാജ്യത്തിന്റെ നിയമങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ഭരിക്കുന്ന സർക്കാരിനെതിരെ വിപ്ലവമില്ലാതെ, ഭരിക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കുന്ന സംഭവങ്ങളില്ലാതെ ശരിക്കും അതിനും നിയമത്തിനും വിധേയപ്പെട്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കണം ഇതുപോലുള്ള രാജ്യത്ത് എന്ന് സുന്നികൾ അവരുടെ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ പേരിലോ യുദ്ധം പോലുള്ള ധാർമ്മിക സമരങ്ങൾ എന്ന പേരിൽ നടക്കുന്ന പരിപാടികളുടെ പേരിലോ ഭരണകൂടത്തെയോ ഭരണകൂടത്തിന്റെ നിയമങ്ങളെയോ ലംഘിക്കുന്ന ഒരു നടപടിയും പാടില്ല. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും എന്ന ആയത്ത് പറയുമ്പോൾ ആരോടാണ് ഈ ആയത്ത്? ആരോടാണ് ഈ കൽപ്പന? എപ്പോഴാണ് ഈ നിർദ്ദേശം? ഇതിന്റെ പ്രസക്തി എപ്പോഴാണ്? ഇതിന്റെ സാങ്കത്യം ഏത് സന്ദർഭത്തിലാണ് എന്ന് വിവരിച്ചിട്ട് ഉലമാക്കൾ പ്രസംഗിക്കാറുള്ളൂ. നമ്മുടെ കിതാബിൽ പണ്ഡിതന്മാർ നിയമങ്ങൾ എഴുതാറുള്ളൂ.
ജിഹാദ് എന്ന ഒരു ബാബും ജിഹാദ് എന്ന ഒന്നും ഇസ്ലാമിലുണ്ട്. പക്ഷെ ഈ ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് തന്നെ സമരം ചെയ്യുക, ഇബ്ലീസിനോട് സമരം ചെയ്യുക, ഇബ്ലീസിനോടും സ്വന്തത്തോടും സമരം ചെയ്തുകൊണ്ടുള്ള ജിഹാദിനപ്പുറം ഇസ്ലാമിന്റെ ശത്രുക്കളോട് വാളയന്തിയിട്ടുള്ള ഒരു ജിഹാദ് എന്നത് ഇസ്ലാമിലില്ല എന്ന് പറയുന്നിടത്ത് വരെ ചില മുസ്ലിം സംഘടനകൾ എത്തി. ചിലരാകട്ടെ മുസ്ലിം സംഘടനകളിൽപ്പെട്ട ഏറ്റവും വലിയ ഭക്തന്മാരായിട്ടുള്ളവരും പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരും തന്നെ സമരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള സമരം മാത്രമേ ഉള്ളൂ. ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിന്റെ നിലപാടം തന്നെ നമ്മുടെ ഇസ്ലാമിലില്ല എന്ന് ചെറിയ കുട്ടികളെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നിടത്ത് വരെ എത്തി. ഇതൊക്കെ വാസ്തവത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇസ്ലാം ജിഹാദ് എന്ന് ചേർത്ത് വായിച്ചുകൊണ്ടുള്ള ശത്രുക്കളുടെ കുപ്രചാരണങ്ങൾ കൊണ്ട്. ഈ കുപ്രചാരണങ്ങൾക്ക് നിമിത്തമോ തീർത്തും വിശുദ്ധ ഖുർആനിന്റെ മലയാളത്തിലെയോ ഇംഗ്ലീഷിലെയോ പരിഭാഷകൾ മാത്രമാകുന്നു ഇതിന് കാരണമെന്ന് വായിച്ചാൽ മനസ്സിലാകും. ശത്രുക്കൾക്ക് എങ്ങനെയാ ഖുർആനിലെ ആയത്ത് കിട്ടിയത്? RSSകാരൻ എങ്ങനെയാണ് ഖുർആനിലെ ഇത്രാമത്തെ ആയത്ത് നിന്ന് നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് ഭീകരവാദത്തിന്റെ ആയത്ത് പറയാൻ കിട്ടുന്നത്? ഇവിടുത്തെ എതിരാളികളായിട്ടുള്ള ചരിത്രകാരന്മാർക്കും മുസ്ലിം വിരുദ്ധ ചരിത്രകാരന്മാർക്കും മുസ്ലിം പേരിൽ ഇസ്ലാമിനെതിരെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, എഴുത്തുകാർ. അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ആയത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അവർ അറബിയിലുള്ള ഖുർആൻ ബഹുമാനപ്പെട്ട ഇമാമുകളും മുഫസ്സിറുകളും വിശദീകരിച്ചതനുസരിച്ചുകൊണ്ടല്ല ഉദ്ധരിക്കുന്നത്. പിന്നെയോ നേർക്കുനേരെയുള്ള മൊഴിമാറ്റങ്ങളിൽ ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുമുള്ളതൊക്കെ എടുത്തുകൊണ്ടാണ് ഇവർ ഉദ്ധരിക്കുന്നത്. ഈ ശ്രമം ബഹുമാനപ്പെട്ട ഇമാമുകൾ എത്ര കാലം മുൻപേ, എത്ര നൂറ്റാണ്ടുകൾ മുൻപേ പ്രത്യേകം ഊന്നി പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയും ഹറാമും നിഷിദ്ധവുമാണ് ഇതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആളുകൾക്കറിയില്ല. എന്താണ് ഇതിന് കാരണം? അസ്ഥാനത്ത് അവതരണം നോക്കാതെ, ആരോടെന്ന് നോക്കാതെയായിരിക്കും പലപ്പോഴും പറയുക. ഭരണാധികാരികളോട് പറഞ്ഞ ആയത്തുകളും നിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. നബിയോട് മാത്രം കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ ഖുർആനിലുണ്ട്. സമൂഹത്തോട് എന്ന പേരിൽ സമൂഹത്തിലെ ഉലമാക്കൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കൽപ്പനകൾ ഖുർആനിലുണ്ട്. സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാർക്ക് മാത്രം ബാധകമായ കൽപ്പനകൾ ഖുർആനിലുണ്ട്. വിധികളുടെ ബാധിക്കുന്ന ഭാഗങ്ങളിൽ തന്നെ വിധികളിൽ ദുർബലപ്പെടുത്തപ്പെട്ടവയും ഇന്ന് നിലവിലില്ലാത്തതുമായ വിധികൾ പ്രതിപാദിക്കുന്ന ആയത്തുകൾ ഖുർആനിലുണ്ട്, മൻസൂഹായ ആയത്തുകൾ. ഇത്തരത്തിലുള്ള അനേകം ആയത്തുകളൊക്കെ അതിൻ്റെ നേരിട്ടുള്ള പരിഭാഷ എഴുതിയിട്ട് പറഞ്ഞു കൊടുത്താൽ ഇത് ആരോട് പറഞ്ഞതാണ്, എപ്പോൾ പറഞ്ഞതാണ്, ഇതിലെ നിയമത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ടോ അതോ നിയമം ദുർബലപ്പെട്ടതാണോ എന്ന് പരിഭാഷ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കഴിയുമോ? അറിയുമോ? ഒരാൾക്കും തിരിയില്ല. ഏതെങ്കിലും പരിഭാഷക്കാരൻ ഇത് കുറിക്കാറുണ്ടോ? അതുമില്ല. ഇവിടെ ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ പരിഭാഷകൾ അത്രയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനു സമം മലയാളത്തിലോ ഇംഗ്ലീഷിലോ അതിന്റെ മൊഴിമാറ്റങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പരിഭാഷകളാണ്. പിന്നെ നമ്പർ ഇട്ട് ചില അടിക്കുറപ്പുകൾ അപ്പുറത്ത് അവനാന്റെ തോന്നിയാസവും അവനാന്റെ സ്വന്തം ആശയങ്ങളും വളച്ചു കെട്ടി പറയാനും വഹാബിയത്തും വിദ്അത്തും ഒക്കെ പറയാനും ചില പേജുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കും. ഇത്രമാത്രം. ഇത് നിങ്ങൾ ആലോചിക്കൂ. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാമുകൾ എത്ര കാലമായി ഖുർആൻ പഠിപ്പിക്കുന്നു? ഇമാമുകളിൽപ്പെട്ട ആരെങ്കിലും ഖുർആനിനെ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ടോ? ഇമാമുകളൊക്കെ അറബികളാണ് വിചാരിക്കുന്നത്. അറബികൾ മാത്രമല്ലല്ലോ, അറബികളുടെ മൊഴിമാറ്റം നടത്തുന്ന ഒരുപാട് ആളുകൾ സ്വഹാബത്തിന്റെ കാലത്തു തന്നെയുണ്ട്. എങ്ങനെയാണ് പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം കടന്നു വന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദ്വിഭാഷിയായിരുന്നു ഞാനെന്നും ഇബ്നു അബ്ബാസിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞു തരുന്നത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം നൽകുന്ന മൊഴികൾ അവരുടെ ഭാഷയിലേക്ക് അങ്ങോട്ട് മൊഴിമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഞാനെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി വര്യന്മാരുടെ മൊഴിമാറ്റം നടത്തിയിരുന്ന താബിയുകൾ പ്രഖ്യാപിച്ചത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. അവരൊക്കെ ഖുർആൻ പഠിപ്പിച്ചിരുന്നത് ഖുർആനിന്റെ മൊഴിമാറ്റം കൊണ്ടല്ല. എന്താണ് മൊഴിമാറ്റം കൊണ്ട് പഠിപ്പിക്കാതിരിക്കാൻ കാരണം? നേരെ മൊഴിമാറ്റം കൊണ്ട് പഠിച്ചാൽ ഖുർആൻ കൊണ്ട് ആളുകൾ പിഴക്കും. യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ പിഴക്കും, ധാരാളം ആളുകൾ നേർമാർഗത്തിലെത്തും. ഇത് ഖുർആന്റെ പ്രഖ്യാപന. എങ്ങനെയാണ് ധാരാളം ആളുകൾ പിഴക്കുക എന്നതിന്റെ അടിസ്ഥാനമാണിത്. സന്ദർഭത്തിനൊത്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം വളച്ചു കെട്ടിക്കൊണ്ട് പരിഭാഷ വായിച്ചാൽ പിഴച്ചു പോകും. ഇതിനുദാഹരണം ശ്രദ്ധിക്കുക.
ഖുർആനിനെ മൊഴിമാറ്റം നടത്തി ഇതര ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ് ഇവിടെ ആദ്യം നടത്തി വന്നത്? ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ മാത്രം ഇറക്കപ്പെട്ട ഖുർആൻ പരിഭാഷകൾ അത്രയും ക്രിസ്ത്യാനികളുടേതാണ്. ക്രിസ്ത്യാനികൾ ആ വഴിക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ വരുന്നത് ഖാദിയാനികളും ക്രിസ്ത്യാനികളും മാത്രമാണ് ഇവിടെ ഖുർആനിന്റെ പരിഭാഷ പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. അവർക്ക് പ്രത്യേകം അജണ്ടകൾ കാണുമല്ലോ. ഇത് രണ്ടും ഇസ്ലാമിന് പുറത്താണ്. ക്രിസ്ത്യാനികൾ ശരിക്കു തന്നെ പരമ്പരാഗതമായി തന്നെ ഇസ്ലാമിന് മുൻപേയുള്ള വേദക്കാരെന്ന നിലയ്ക്ക് ഇസ്ലാമിനോടെതിരായി നിൽക്കുന്ന മറ്റൊരു മതക്കാരാണ്. ഖാദിയാനികളാവട്ടെ ഇസ്ലാമിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ നുബുവത്ത് എന്ന് പറയുന്ന ആ ആശയത്തെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിന് പുറത്താണ്. ഈ രണ്ടു കൂട്ടരും ഖുർആനെ പരിഭാഷപ്പെടുത്തുന്നത് ഉലമാക്കളും ഇമാമുകളും ആരും നടത്താത്ത കർമ്മം നടത്തുന്നത് സദുദ്ദേശപരമാണോ? അല്ല. അവർക്ക് പ്രത്യേകം അജണ്ടകളുണ്ട്. ക്രിസ്ത്യാനികളാണല്ലോ ഇത് തുടങ്ങിയത്. ഞാനതിന്റെ ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഈ വിധത്തിൽ ഇസ്ലാമിനെ വികലമാക്കുന്നതിനും ആശയങ്ങളെ മോശമാക്കുന്നതിനും ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഫിത്നക്കാണ് വഴിവെക്കുന്നത് എന്ന് നേർക്കുനേരെ ആളുകൾക്ക് തോന്നിപ്പിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടി വിശുദ്ധ ഖുർആനെ പരിഭാഷപ്പെടുത്തുന്ന ക്രിസ്ത്യാനികളുടെയും ഖാദിയാനികളുടെയും നടപടിയിലേക്ക് പിന്നെ ഇവിടെ ചെന്നു നീങ്ങിയത് വഹാബികളാണ്. 1935 മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പരിഭാഷ പുറത്തിറങ്ങിയ അക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുണ്ട്. അവിഭക്ത സമസ്തയുമാണ്. എല്ലാവരും സമസ്തയിലുള്ള മറ്റൊരു സംഘവും സുന്നത്ത് ജമാഅത്തിനില്ലാത്ത കാലം. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പോലും വന്നില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് 1935 മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ ഖുർആൻ പരിഭാഷാ ശ്രമത്തിനെ എല്ലാവിധത്തിലും എതിർത്തുകൊണ്ട് സംസാരിച്ചതും അതിനെതിരെ പ്രമേയം പാസാക്കിയതും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്തായിരുന്നു ഇതിന് കാരണം? ഫിത്നയുടെ വാതിലാണ് ഈ തുറക്കുന്നത്. ഭരണാധികാരികളോട് പറഞ്ഞ ആയത്തുകൾ നാട്ടിലുള്ള കക്ഷികൾ എടുത്ത് അമ്മാനമാടും. അതിലവിടെ സംഘടനകളും സംഘടനയുടെ നേതാക്കളും അതിന്റെ അമീറുമാരും നിന്നിട്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായി മാറുകയല്ലേ ആയത്തോതിയിട്ട്. അങ്ങനെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളും ചിന്തകളും ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ പരിഭാഷകൾ വായിച്ചുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയവരാണ്. ഇപ്പോഴും അതിലേക്ക് തന്നെയാണ് അത്രയെ ക്ഷണിക്കുന്നത്. ഇവിടെ നടന്ന മുജാഹിദ് സമ്മേളനം, മേഖലാ മുജാഹിദ് സമ്മേളനത്തിന്റെ ലക്ഷ്യം പറയുന്നത് ഈ ഖുർആനിലേക്ക് വിളിക്കുകയാണ്. ഇമാമിയങ്ങളെ കിതാബുകളൊക്കെ ഒപ്പുക്കുക ഈ കിതാബിലേക്ക്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മൊഴിമാറ്റം. ഖുർആനിൽ ഈ ആയത്തിന് തന്നെ അർത്ഥമുള്ളൂ, ഇതിന്റെ അപ്പുറമായത്തില്ല. എന്താണ് ഈ പറയുന്ന ഖുർആൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ കലാമിനെ ആശയങ്ങളും അതിന്റെ പാഠങ്ങളും ഇന്നുള്ള സമുദ്രങ്ങൾ അത്രയും ഇതിനിരട്ടിയായി 7 സമുദ്രങ്ങൾ വേറെയും എല്ലാം കൂട്ടി ചേർത്തിട്ട് മഷിയായിട്ടും ലോകത്തുള്ള വൃക്ഷങ്ങളെല്ലാം പേനയായിട്ട് കൊത്തിയുണ്ടാക്കി കലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ കലാമുകളുടെയും കലിമാത്തുകളുടെയും ആശയങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ല, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിന് സമം വാക്യങ്ങളിലുള്ള പരിഭാഷകളിലൂടെ ആളുകൾ പഠിച്ചാൽ എന്ത് ഖുർആൻ മനസ്സിലാകും? തനി ബൈബിളുകളായി ഇങ്ങൊരു കൂട്ടരിപ്പ് ഇറക്കാൻ പോകുന്നുണ്ട്. എന്താ? ഇതുവരെ ഖുർആൻ പരിഭാഷയെ എതിർക്കുമ്പോൾ വിശുദ്ധ ഖുർആനായി പരിഭാഷയെ തെറ്റിദ്ധരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ ഇമാമുകൾ പറഞ്ഞ അപകടം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുപക്ഷത്തിൽ നിന്ന് പരിഭാഷാവാദികൾ പറഞ്ഞിരുന്ന ഞൊണ്ടിന്യായം അറബ് ചേർക്കാതെ പരിഭാഷ മാത്രം ഇറക്കുമ്പോഴേ ആ അപകടമുള്ളൂ. ഇവിടെ മുസ്ലിമീങ്ങളുടെ ഒരു പരിഭാഷയിലും അറബിയിലുള്ള ഖുർആൻ ഇല്ലാതെ വെറും പരിഭാഷ മാത്രം എഴുതിക്കൊണ്ടുള്ള പരിഭാഷ നിലവിലില്ല, അത് ഉദ്ദേശിക്കുന്നുമില്ല എന്നായിരുന്നു. ഇത്രയും കാലം ഇതാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോ പ്രബോധനത്തിലൊരു പരസ്യം കാണാം. ഒരു മുസ്ലിമും ഒരു അമുസ്ലിം പേരുമാ കാണുന്നത്. ഒരു മുസ്ലിമും ഒരു അമുസ്ലിം പേരുമുള്ള 2 ആൾ ചേർന്നിട്ട് ആയത്തുകൾ ഒഴിവാക്കിയിട്ട് അറബ് മൂലങ്ങൾ ഒഴിവാക്കിയിട്ട് ഖുർആനിന്റെ ലളിതമായ പരിഭാഷ ഒറ്റക്ക് പുറത്തിറക്കാൻ വേണ്ടി പോകുന്നു. പുറത്തിറങ്ങിയാൽ ഒപ്പം വെച്ച് വായിച്ചു നോക്കൂ. ഞാനിതൊരു പ്രസംഗത്തിൽ മുമ്പ് ഉദാഹരിച്ചിട്ട് വായിച്ചിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ബൈബിളും ഈ പരിഭാഷയും ഒപ്പം വെച്ച് വായിച്ചു നോക്കിയാൽ ശുദ്ധ ബൈബിളിന്റെ അതേ വാക്യങ്ങൾക്ക് സമമായ വാക്യങ്ങളായി അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ നമുക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധ കലാമായ ഖുർആനിനുള്ള പ്രത്യേകത എന്താണ്? അന്ത്യനാൾ വരെയുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പ്രവാചകത്വത്തിന്റെ തെളിവാണിത്.
നബിയാണ് എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനിലുള്ള ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടി ഈ കൊച്ചു സൂറത്തിനു സമാനമായിട്ടുള്ള ഒരു വാക്യമോ അധ്യായമോ ഏതെങ്കിലും ഭാഷയിൽ കൊണ്ടുവരാൻ ഒരാൾ മെനക്കെട്ടാൽ ഇതിനു സമം സാധ്യമല്ല എന്ന പരസ്യമായ വെല്ലുവിളി ഇന്നും എന്നും ഏതു കാലത്തും ഖുർആൻ ഉയർത്തുന്നുണ്ട്. ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്. അല്ലാഹുവല്ലാത്ത ജിന്ന് ഇൻസ് വർഗത്തിൽപ്പെട്ട ആരെ കൂട്ടിന് വിളിച്ചോളൂ, എല്ലാവരെ കൂട്ടിയാലും വിശുദ്ധ ഖുർആനിന്റെ കൊച്ചു അധ്യായത്തിനു സമമായ ഒരു അധ്യായം കൊണ്ടുവരാൻ മലയാളത്തിൽ സാധ്യമല്ല, ഇംഗ്ലീഷിൽ സാധ്യമല്ല, മറ്റൊരു ഭാഷയിലും സാധ്യമല്ല, അറബിയിലും സാധ്യമല്ല, ഒരു ഭാഷയിലും സാധ്യമല്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളിയാണ് ഇവിടെ നമ്മൾ മൊഴിമാറ്റം നടത്തുന്ന പുതിയ മലയാള അധ്യായമാക്കി ഇറക്കുന്ന പരിഭാഷയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇതുവരെ പരിഭാഷക്കാരൻ അറബി മൂലം ചേർത്ത് ഒരു ചെറിയ മറയിട്ടുകൊണ്ടാണെങ്കിൽ ഇന്ന് വരെ കൊണ്ടുവന്നിരുന്നതും ഇതാണ്. ഇത് വാസ്തവത്തിൽ നബിയാണെന്നതിന്റെ ജീവിച്ചിരിക്കുന്ന സജീവമായ തെളിവാണ്. മറ്റു തെളിവുകളൊക്കെ കുറെ വന്ന് നടന്ന് കഴിഞ്ഞു പോയില്ലേ, ഉദ്ധരിക്കണം, ഉദ്ധരിച്ചാലേ കിട്ടുള്ളൂ. അതും നമ്മൾ ഉദ്ധരിക്കരുത് എന്നാ പ്രബോധനക്കാരൻ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വിരലിനുള്ളിൽ നിന്ന് വെള്ളം പൊട്ടിയതും നബി തങ്ങളുടെ കയ്യിലിരുന്നു കൊണ്ട് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതൊക്കെ ഇതിനൊക്കെ എന്താണ് ഇന്ന് സാങ്കത്യം, ഇതൊക്കെ എന്തിനാന്ന് പറയുന്നത്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ഹദീസ് നിഷേധത്തിനെതിരെ ഹദീസ് പതിപ്പെഴുതുന്ന പ്രബോധനത്തിന്റെ പത്രാധിപരെഴുതുന്നത്. ആലോചിക്കണങ്ങള്, പ്രബോധനത്തിന്റെ പത്രാധിപരുടേതാ കുറിപ്പ്. ഹദീസ് നിഷേധികൾക്കെതിരെ ഇറക്കുന്നതാണ് ഹദീസ് പതിപ്പ്. ഹദീസ് നിഷേധികൾക്കെതിരെ ഇറക്കുന്ന പതിപ്പിലാ പറയുന്നത് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത അള്ളാന്റെ റസൂലിന്റെ വിരലിന്റെ ഉള്ളുകളിൽ നിന്ന് വെള്ളം പൊട്ടിയ സംഭവവും അതുപോലെ തന്നെ നബിയുടെ കയ്യിലിരുന്നു കൊണ്ട് തസ്ബീഹ് ചൊല്ലിയ ബലപ്പെട്ട ഹദീസിലെ സംഭവമൊക്കെ മാറ്റി എഴുതണം. ഇതൊന്നും യഥാർത്ഥത്തിൽ ഹദീസല്ല, ബലപ്പെട്ട ഹദീസല്ല. ഒന്ന് ഞാണെങ്കിൽ തന്നെ ഇതൊക്കെ ഇന്ന് പറയുന്നതിന് എന്തു പ്രസക്തി? എന്തിനാണ് പറയുന്നത് അറിയോ? നമ്മളെ എല്ലാ പള്ളി മെമ്പറുകളിൽ നിന്നും വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുതുബയിൽ നബിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ എന്ന് നബിയെ വാഴ്ത്തുന്നുണ്ട്. ആരംഭ നബിതങ്ങൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി ചരൽക്കല്ലുകൾ, അവിടുത്തെ വിരലുകൾക്കുള്ളിൽ നിന്ന് നിർഗളിച്ചു വെള്ളം. ഇതെന്തിനാ പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിനിക്ക് മഹാനർക്ക് നൽകപ്പെട്ട അദൃശ്യമായ വലിയ അത്ഭുതമുള്ള ഒരു വടിയിലൂടെയാണ്, ശുഐബ് നബിയിലൂടെ കൈമാറപ്പെട്ട വടിയിലൂടെയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ വടിയിലൂടെയാണ്, സൂക്ഷിക്കപ്പെട്ടു വരുന്ന വടിയിലൂടെയാണ്, താൻ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കല്ലിലൂടെയാണ് അതിന്മേലടിച്ചാൽ വെള്ളം വരിക എന്ന അത്ഭുതം നൽകപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ വടിയില്ലാതെ, അത്തരം കല്ലില്ലാതെ ആ വടി എന്തൊരു കൈ കൊണ്ടടിക്കുമോ അത്തരം കയ്യിന്റെ വിരൽ വെച്ചിട്ടു തന്നെ ആ വിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിക്കുന്ന അത്ഭുതം മൂസാ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട അത്ഭുതത്തിനെ വെല്ലാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതാണ്. പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ദാവൂദ് നബി തസ്ബീഹ് ചൊല്ലുമ്പോൾ പർവ്വതങ്ങൾ പരിസരത്ത് നിന്ന് കൂടി തസ്ബീഹ് ചൊല്ലും. ആ അത്ഭുതത്തിനെ വെല്ലാൻ പർവ്വതങ്ങളിൽ ഇരിക്കുന്നിടത്ത് നിന്ന് നിൽക്കുന്നിടത്ത് നിന്ന് ദാവൂദ് നബിയുടെ തസ്ബീഹ് കേൾക്കുമ്പോഴല്ലേ തസ്ബീഹ് ചൊല്ലൂ. ഇവിടെ കല്ലുകളെ കൈപ്പത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വന്തം കരത്തിലേക്ക് മുറിച്ചു കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കല്ലുകൾ തങ്ങളുടെ കയ്യിലിരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു. തങ്ങൾ മറ്റൊരാൾക്ക് കൈമാറിയാൽ ആ കയ്യിലിരുന്നും തസ്ബീഹ് ചൊല്ലുന്നു, വേറൊരാൾക്ക് കൈമാറിയാൽ അവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു. ഈ അത്ഭുതം ദാവൂദ് നബിക്ക് ജബാലുകളും പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലിയതിനെ വെല്ലുന്ന വിധം അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകളാണ്. ആ മുഅ്ജിസത്തുകളൊക്കെ ഖുർആൻ പറഞ്ഞതിൽ പ്രസക്തി ഉണ്ടോ? ദാവൂദ് നബിന്റെ ആ മുഅ്ജിസത്തും മൂസാ നബിയുടെ വടിയും ആ വടി കൊണ്ട് അടിച്ചാൽ വെള്ളം നിർഗളിക്കുന്ന മുഅ്ജിസത്തും ഒക്കെ ഖുർആൻ ഇപ്പോൾ വായിച്ച് പരിഭാഷക്കാരൻ ഇറക്കുന്ന ഖുർആനിൽ ആ ഭാഗം വായിച്ചാൽ അതൊക്കെ ഇന്ന് പറയുന്നതിന് എന്താണ് പ്രസക്തി? പ്രബോധന പത്രാധിപരുടെ ചോദ്യം അവർക്കും ബാധകല്ലേ? എന്താണ് ദാവൂദ് നബിന്റെ ഈ തസ്ബീഹ് ചൊല്ലുന്ന കഥയും മൂസാ നബിന്റെ ഈ വടി കൊണ്ടടിച്ച ആ കല്ലും തുറവൊട്ടുന്ന വഴിയൊക്കെ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് ഖുർആനിൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നിത്യമായി നിൽക്കണം. മൂസാ നബിയുടെയും ദാവൂദ് നബിയുടെയും മുഅ്ജിസത്തെങ്കിൽ ആ മുഅ്ജിസത്തുകളെ വെല്ലുന്ന അള്ളാഹുവിന്റെ